ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമാറ്റിൽ സ്ഥിരമായിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ ഡിവിസിബിലിറ്റി ബൈ 11. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. രണ്ട് പാറ്റേൺസിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് പാറ്റേൺ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യണം വിച്ച് നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 11 ഓർ വിച്ച് നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 11. എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. സപ്പോസ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് കരുതുക. എങ്ങനെയാണ് ഡിവിസിബിലിറ്റി 11 ചെക്ക് ചെയ്യുക? നമ്മള് ഓഡ് പൊസിഷനിലുള്ള നമ്പേഴ്സിന്റെ സം എടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് സം ഓഫ് നമ്പേഴ്സ് ഇൻ ദ ഓഡ് പൊസിഷൻ ഏതൊക്കെയാണ്? 3, 3, 4, 3. സോ 3 plus 3 plus 4 plus 3 എത്ര വരും? 3 plus 3 6, 6 plus 4 10 and 10 plus 3 13. അടുത്തത് ഈവൻ പൊസിഷനിലുള്ള നമ്പേഴ്സിന്റെ സം എടുക്കുക. ഈവൻ നമ്പേഴ്സ് അല്ല, ഈവൻ പൊസിഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിന്റെ സം. സോ ഹിയർ 2 plus 6 plus 8 plus 8. 2 plus 6 plus 8 plus 8. അതായത് 6 plus 2 8, 8 plus 8 plus 8, that is 24. ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പ് ഈസ് ടേക്ക് ദ ഡിഫറൻസ് ഓഫ് ദീസ് ടു. എങ്ങനെ വരും? 13 minus 24. The answer is minus 11. ഇനിയാണ് നമ്മുടെ ജഡ്ജ്മെന്റ് നടക്കാൻ പോകുന്നത്. ഈ നമ്പർ if it is divisible by 11, this difference should be either negative or positive, doesn't matter. It should be a multiple of 11. Minus 11 or plus 11 or any multiple of 11 or even 0 വന്നാൽ പോലും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ ഏതൊക്കെ കേസസ് ഉണ്ട്? നെഗറ്റീവ് 11, പോസിറ്റീവ് 11, any multiple of 11 or 0. ഏത് വന്നാലും the given number will be divisible by 11. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് കിട്ടും. ഓൺലി വൺ തിങ്, ടേക്ക് ദ സം ഓഫ് ദി ഓഡ് പൊസിഷൻ നമ്പേഴ്സ്, സം ഓഫ് ഈവൻ പൊസിഷൻ നമ്പേഴ്സ്, ദെൻ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. നെഗറ്റീവ് 11ഓ പോസിറ്റീവ് 11ഓ 0യോ എന്തെങ്കിലും മൾട്ടിപ്പിൾ ഓഫ് 11 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ദ ഗിവൺ നമ്പർ വിൽ ബി ഡിവിസിബിൾ ബൈ 11. താങ്ക് യു.